ഫിഷ് വാങ്ങിച്ചു. ഇത് ഞങ്ങൾക്ക് വാഴയ്ക്കിട്ട് വയ്ക്കാൻ. ഇത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫിഷാണ്. ഇത് കട്ട് ചെയ്യണം. ഇനി മത്തിയും വാഴയ്ക്കയും ഇവിടെയുള്ള ഭയങ്കര ഒരു ഫേവറേറ്റ് കറിയാണ്. എനിക്കും അത്, ബിനുവേട്ടനും അത്. വാഴയ്ക്കിട്ട് വയ്ക്കും, മത്തി താളിട്ട് വയ്ക്കും, അങ്ങനെ കുറേ പീര വയ്ക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണത്. ചേമ്പിൻ്റെ താളൊക്കെ ഇട്ട് വയ്ക്കുന്നത്. മത്തി കറിയാക്കി വയ്ക്കൽ കുറവാണ് ഇവിടെ. ഇവരെ കട്ട് ചെയ്ത് ഇടാനുള്ള ചട്ടിയും സെറ്റായി. നമ്മുടെ വീടിൻ്റെ എല്ലായിടത്തും ടാപ്പുണ്ട്. ഒരു 10 ടാപ്പെങ്കിലും വീടിൻ്റെ ചുറ്റുമുണ്ട്. പുറത്തിരുന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. റെഡിയായി. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ, കാറ്റും കേട്ട്. ഇത് പിള്ളേർക്ക് വറക്കാൻ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മത്തീനോടാണ് ഭയങ്കര ഇഷ്ടം. മത്തി ടൈം എടുക്കും. 140 റുപ്പീസേ ഉള്ളൂ പെർ kg. ഇവിടെ ചെറിയ നെയ്യുള്ള മത്തി. പണ്ട് അമ്മ ഞങ്ങൾക്ക് 10 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി മത്തി കിട്ടും. ആ ചേട്ടന് പൈസ കൊടുക്കണ്ട. ആ ചേട്ടന് തേങ്ങ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇഷ്ടംമാതിരി തേങ്ങയുണ്ട്. മത്തി റെഡി. ഇതിന് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട്, പൊടിയല്ല, കുരുമുളകിൻ്റെ ഇലയൊക്കെ ഇട്ട് ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉളുമ്പിൻ്റെ ചുവയുണ്ടാവില്ല. അപ്പോൾ ചേട്ടൻ 10 രൂപയ്ക്ക് മത്തി തരും. അപ്പോൾ ആ കക്ഷിക്ക് 2 തേങ്ങ കൊടുത്താൽ മതി. ചേട്ടൻ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടു. വീട്ടിൽ പോയപ്പോൾ ഭയങ്കര വയ്യായ്മയൊക്കെ ആയിട്ടിരിക്കുക.